ഹായ് ഗായ്സ്, അപ്പോൾ നമ്മളിന്നൊരു ചെറിയ യാത്ര പോവുകയാണ്. വേറെ എങ്ങോട്ടുമില്ല, ഒരു ഇത്തിരി ചായ കുടിക്കാൻ. ഇപ്പോൾ സമയത്തിലായി ജസ്റ്റ് ഒരു 12:15 അപ്പോൾ നമ്മളിവിടുന്ന് ഞാൻ റൂമിൽ പോയിട്ട് മാണീനെയും കൂടെ കൂട്ടിയിട്ട്, മാണി കാണാതിരിക്കും, അതിനെ വിളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ മാണീനെയും കൂടെ കൂട്ടിയിട്ട് നേരെ കാക്കനാട് പോവാണ്. കാക്കനാട് അവിടെ സജിനുണ്ട്. സജിനെയും കൂട്ടി നമുക്ക് കാക്കനാട് വേണ്ടിയും ഇവിടെ ചായ കുടിക്കാൻ പോകും. അപ്പം നമുക്ക് പോയി മാണിനെ കൂട്ടാം. അപ്പോൾ അതേ നമ്മൾ മാണിനെ കൂട്ടാൻ വേണ്ടി വന്നേക്കാണ്. മാണി എവിടെയാണ് താമസിക്കുന്നത്? അയ്യപ്പങ്കാവ്. മാണി കമോൺ, എവിടെയാണ്? വാ വാ വാ, വേമ്പ. ഓ യെസ്, നമ്മുടെ മാണി ദ മെയിൻ വന്നിരിക്കുകയാണ്. മാണി, വെൽക്കം ടു ദ വ്ലോഗ്. എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് നിങ്ങൾക്ക് പറയാനുള്ളത്? പ്രേക്ഷകരോട് അമ്മയാണ് ഇപ്പം വിളിച്ചപ്പം നിന്റെ വീഡിയോ കണ്ടോണ്ടിരിക്കുവായിരുന്നു. അന്നൊക്കെ എന്റെ വീഡിയോ വീട്ടിൽ എല്ലാവരും കണ്ടത്. അമ്മയാണ് സബ്സ്ക്രൈബേഴ്സ്, അമ്മയും കണ്ട് ചേച്ചിയും കണ്ട്. അപ്പൊ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഏത് വ്ലോഗാണ്? റിയാക്ഷൻ വ്ലോഗ്. അപ്പൊ നമുക്ക് എങ്ങോട്ട് പോവാണ്? നമ്മള് കാക്കനാട് പോയിട്ട് സജിനെ പിക്ക് ചെയ്തിട്ട് ചായ കുടിക്കാൻ പോകും. അപ്പം ഗൈസ്, നമ്മുടെ മാണി പറഞ്ഞത് മാണിയുടെ അമ്മ റിയാക്ഷൻ വ്ലോഗ് കണ്ടുകൊണ്ടിരിക്കുവാണെന്നാണ്. എന്നാലും മാണി എന്താ അത്രയ്ക്കൊക്കെ ഫേമസ് ആണ് നമ്മള്. അമ്മയും ചേച്ചിയും കൂടെയാണ് TV-ലിട്ടാണ് കാണുന്നതെന്നാണ് പറഞ്ഞത്. ഡാഡി കിടന്ന് ഉറങ്ങിയില്ലെങ്കിൽ ഡാഡിയും കണ്ടേന്നാണ് മാണി അവകാശപ്പെടുന്നത്. ഡാഡി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് 3 സബ്സ്ക്രൈബേഴ്സായി. നമ്മളിപ്പം കയ്യിൽ എണ്ണാവുന്ന സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ എല്ലാവരും എണ്ണ എടുത്തോണ്ടിരിക്കുകയാണ്. ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു, ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുള്ളത് കാണാൻ വേണ്ടി. ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ മാണി വണ്ടി എടുത്തിരിക്കുകയാണ്. പ്രോ റൈഡർ മാണി. ഫീസൊക്കെ വെച്ച് മപ്പ് തന്നെ. അപ്പൊ നമുക്ക് കുറച്ച് രാത്രി കൊച്ചി കാഴ്ചകൾ കാണാം. അങ്ങനെ നമ്മൾ ദുർഘടമായ വഴികളിലൂടെ സജിൻ്റെ വീടിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എവിടെ അങ്ങനെ ഉറങ്ങിക്കാണോ? പുള്ളി നമ്മൾ വരുന്ന കാര്യം അറിഞ്ഞിട്ടില്ല. ഒരു സർപ്രൈസ് വിസിറ്റാണ്. പുള്ളി ചായ കുടിക്കാൻ ഇപ്പം നമ്മൾ പിടിച്ചോണ്ട് പോകുന്നത്. അതാണ് സജിൻ്റെ കൂടാരം. ഇതാണ് സജിൻ്റെ വീട്. എവിടെയാണ് സജിൻ? ഒച്ച വിളിക്കാൻ പറ്റത്തില്ല, ആൾക്കാരൊക്കെ ഉള്ള സ്ഥലമാണ്. നമുക്ക് നോക്കാം സജിൻ എവിടെ ഉണ്ടോ നോക്കാം. ഗേറ്റൊരു വിഷയമാണോ നമുക്ക്? എല്ലാവരും കിടന്നാന്ന് എനിക്കൊന്ന്. ഇതാണ് നമ്മുടെ സജിൻ. എവിടെയോ പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുമായിരുന്നു. നമ്മളപ്പോൾ സജിൻ നമുക്ക് ചായ കുടിക്കാൻ പോവാം, വേഗം വണ്ടി എടുത്തോ, ഒന്നും നോക്കാമല്ലോ, ഒറ്റ മൈൻഡ്. മാണി പറഞ്ഞത് ഈ കിണർ ഇവിടെ ആയിരുന്നാണ്. ഇപ്രാവശ്യം മാണി പറഞ്ഞു സജിന് നീ എപ്പോ പറഞ്ഞു? മാണി സജിനോട് ചോദിക്കാണ് ഈ കിണർ ഇവിടെ അല്ല, ഇപ്പൊ അങ്ങ് മാറ്റി വെച്ചോന്ന് ഇട കിട്ടാൻ വേണ്ടി. നീ അല്ലേ പറഞ്ഞത് മാറ്റി വെച്ചു? എന്നിട്ട് എങ്ങനെയാ കിണർ മാറ്റാൻ പറ്റുന്നത്? നമ്മളിതാ വണ്ടി എടുത്തിരിക്കുകയാണ്. സജിന് ഫ്രണ്ടിൽ പോകുന്നു. മണിക്ക് എന്തിനു പറയണോ? എന്തായാലും പറയണോ? മാണിക്ക് എന്തിനു പറയണോ? സജിനെ ഫോക്കസ്. സജിന അധികം വ്ലോഗ് എടുത്തു കഴിഞ്ഞാൽ സജിൻ ഫോൺ എടുത്ത് പൊട്ടിക്കും. അതാണ് വേറെ നമ്മളെന്തിനാ വെറുതെ. സജിൻ കൊല്ലമാണോ? കൊല്ലം. മാണിയും കൊല്ലമാണ്. കൊല്ലംകാരെ എനിക്ക് അറിയത്തില്ല ഏത്. എന്നാലും സ്നേഹമുള്ള ആൾക്കാരാട്ടോ. ഉള്ള കാര്യം സ്നേഹമുള്ള ആൾക്കാരെ കൊല്ലം. അപ്പൊ ഞാൻ എക്സാം ഒക്കെ ഉള്ള സമയത്ത് നമ്മുടെ സജിൻ്റെ എടുത്തു വന്നിരിക്കും. പുള്ളി നല്ല ചിക്കൻ കറിയും ചോറും സാലഡും എല്ലാം അടിപൊളിയായിട്ട് ഉണ്ടാക്കി തരുന്നൊരു മനുഷ്യനാണ്. അസൽ ഷെഫാണ്. സ്പെഷ്യൽ മെൻഷൻ സജിൻ. മ്യൂസിക് ഉണ്ടോ? വേണ്ട, കോപ്പിറൈറ്റ് അടിച്ചാലോ. സജിൻ കൊല്ലം. എന്തായാലും ആളെ മനുഷ്യ അടിപൊളിയാണ്. ഏത് കിടക്കട്ടെ ഒരു പ്രൊമോഷൻ. നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നതാണ് നമ്മുടെ സൗത്ത് കളമശ്ശേരി ടൗൺ. അപ്പം ഗൈസ്, നമ്മൾ കരിക്കെന്ന് പറഞ്ഞ ഒരു കടയിലെ നെയ്ച്ചോറും ചിക്കൻ പൊരിച്ചതും കഴിക്കാണ്ട് വന്നിരിക്കുകയാണ്. അത് ഞാൻ കഴിക്കത്തില്ല, ഇവന്മാർ കഴിച്ചോളൂ. ഞാൻ ചായ മാത്രമേ കഴിക്കത്തില്ല. ഓക്കെ മാണി, ആദ്യത്തെ കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയാണെന്ന് നോക്കിയോ? മാണി പറ. മാണി സാധനം എത്തിയിട്ടുണ്ട്. മാണി എങ്ങനെ ഇഷ്ടപ്പെട്ടോ? മറ്റേ എന്തിനേലും ഡൊമിനൻസ് എലഗന്റ് ടേസ്റ്റ് അങ്ങനെ ആയിട്ടില്ല. ആവറേജ് ഉണ്ട്. ഇനി ചിക്കൻ കഴിച്ചോ? ചൂടുന്നു. മാണി യൂട്യൂബിനായിട്ട് നമ്മൾ എന്തും ചെയ്യണം. കാണിക്കണമെങ്കിൽ ഊതുമ്പോ തീ തന്നെ
മണി അത് പറയാം അതെങ്ങനെയുണ്ട്? കുഴപ്പമില്ല, അടിപൊളി കൊള്ളാം. ഓക്കെ അപ്പൊ നമുക്ക് ഇത് തീർത്തിട്ട് കാണാം. അപ്പൊ നമ്മളിതാ ഹർമാൻ മോട്ടോഴ്സ് സ്വപ്നങ്ങൾക്കാണ് ഗൈസ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കേക്കാള ഹർമാൻ മോട്ടോഴ്സിലാണ്. അതെ, ഇവിടുന്ന് കണ്ടു തുടങ്ങാം ഗൈസ്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയുള്ളൂ. യൂട്യൂബ് ചാനൽ വളരുകയാണെങ്കിൽ ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ എടുക്കുന്നതായിരിക്കും. സ്വപ്നം കാണാൻ പഠിക്കും ഗൈസ്, സ്വപ്നം കാണാൻ പഠിക്കും. എടാ, എൻ്റെ കാശിന് ഞാനൊരു മാരുതി 800 എടുത്താലും അതൊരു അച്ചീവ്മെന്റ് അല്ല. നമ്മളിതാ കുസാറ്റിൽ വന്നിരിക്കുന്നത്. രാത്രിയിൽ കുസാറ്റിൽ എന്ത്? അയ്യോ, കാണാൻ പറ്റുന്നില്ലോ. അത് കുസാറ്റിന്റെ ബോർഡാണ് കേട്ടോ, നിങ്ങൾ വിശ്വസിക്കും. ഇതോട് കുസാറ്റ് അല്ലട മണി, ആരുമില്ല. കളമശ്ശേരി കുസാറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മൾ വെറുതെ വളരെ 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 ടൈം പാസിന് വേണ്ടി മാത്രം കയറിയതാണ്. ഞാനുണ്ട്, മാണിയുണ്ട്, പിന്നെ ആരുള്ള സജിൻകുട്ടിലുണ്ട്. ലെഫ്റ്റ് സൈഡ് നമ്മളിപ്പം വന്നപ്പം ഒരു സെക്യൂരിറ്റി ചേട്ടനെ കണ്ട്. നമ്മളിപ്പോൾ ഇരുന്ന് കഴിഞ്ഞാൽ പുള്ളി ഓടിക്കോ ഇല്ലയോ എന്നുള്ളത് മിക്കവാറും ഓടിക്കുന്നത്. അവിടെ ഒരു സെക്യൂരിറ്റി ചേട്ടൻ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞത് ഇവിടെ ഇരിക്കാന്നാണ് എല്ലാവരും പറഞ്ഞു വന്നത്. അപ്പൊ ഇവിടെ ഇരിക്കൽ നടക്കുമോ എന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. മാണി ഇവിടെ ഒതുക്കിക്കോ. അപ്പോൾ ഗായ്സ്, നമ്മൾ കുസാറ്റിന്റെ അകത്ത് നിന്ന് പുറത്തോട്ട് പോകാം. വേറെ ഒന്നുമല്ല, അവിടെ മുഴുവൻ സെക്യൂരിറ്റിയാണ്. അവിടെ ഒന്ന് അയ്യോ എന്ത് കട്ടാടാ, അവിടെ ഇരിക്കൽ നടക്കൂല. സോ നമ്മൾ തൃക്കാക്കര അമ്പലത്തിന്റെ അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ കുറെ പേർ ഡാൻസ് കളിക്കുന്നുണ്ട്, വാട്ടെവർ. അപ്പം നമ്മൾ ഇപ്പോൾ തൃക്കാക്കര അമ്പലത്തിന് അങ്ങോട്ട് പോകണം. ഇവിടെ ഫുൾ സെക്യൂരിറ്റി ആണല്ലോ. എന്താ പറയാ, നേവൽ ബേസ് വല്ലതാണോ? പുള്ളി വിസിലടിച്ചിട്ടുണ്ട്. പുള്ളി വിഷയാണ്. പുള്ളിച്ച് വിഷയക്കാരൻ അവിടെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നവർക്ക് വിസിൽ കൊടുത്താണ്. അത് ആരാന്ന് എനിക്ക് അറിയത്തില്ല, വാട്ടെവർ. അപ്പോൾ നമ്മൾ തൃക്കാക്കര അമ്പലത്തിന് അങ്ങോട്ട് പോവുകയാണ്. അപ്പം ഗൈസ്, നമ്മളിവിടെ എവിടെയാണ്? തൃക്കാക്കര അമ്പലത്തിൻ്റെ സത്രത്തിൽ വന്നിരിക്കുകയാണ്. നിങ്ങൾ ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് തൃക്കാക്കര അമ്പലം. അപ്പം ഗൈസ്, നമ്മളിതാ സജിനോട് യാത്ര പറഞ്ഞ് സജിൻ ഈ വ്ളോഗിന് യാത്ര പറയുകയാണ്. അത് കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല, വാട്ടെവർ. നമ്മൾ സജിനോട് യാത്ര പറഞ്ഞ് നമ്മൾ പോവുകയാണ്. ബൈ ഗൈസ്. സജിൻ തന്നിട്ടുണ്ട്. കിട്ടിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു, എന്നാലും കുഴപ്പമില്ല. കൊച്ചിയിൽ ഇപ്പോൾ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നല്ല മഴയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മെട്രോ പില്ലേഴ്സിൻ്റെ അടിയിൽ കൂടെ നമ്മൾ എങ്ങോട്ടാണ് പണി പോണത്? നോർത്ത് റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കി നമ്മൾ പോവുകയാണ്. നമ്മളവിടെ റിദിൻ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് റിദിനെ വരവേൽക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിത് തിരിച്ച് റൂമിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ റിദിൻ വന്നിട്ടുണ്ടെന്നാണ് അവകാശപ്പെടുന്നത്. നമുക്കപ്പം റിദിൻ വന്നിട്ടുണ്ട്. റിദിൻ്റെ അഭിപ്രായങ്ങൾ നമുക്ക് ചോദിച്ചറിയാൻ പറ്റും. നോക്കട്ടെ. ഇത് റിദിനൂടെ ഉണ്ട്. റിദിന് എന്താണ് നിനക്ക് ഞങ്ങളുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? താമസിച്ചോ റിദിന്? ഞാൻ ഉദ്ദേശിച്ചില്ല. ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞു 1 മണിക്ക് ഇപ്പം വരാന്ന്. ഞാൻ കുളിച്ചിട്ടിരിക്കും, ഇപ്പം വരാന്ന് പോയതാ. ഞാൻ അവിടെ എത്തിയ 11 നീ വരാറായോന്നാണ്. അപ്പം ഞാൻ വിളിക്കുകയും ചെയ്തു. കെയറിങ് ആണ്. നമ്മൾ രാത്രി ചായ കുടിക്കാൻ പോകുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയൊന്നും വിചാരിക്കരുത്. അല്ലെ പ്ലാൻ ചെയ്താൽ നടക്കൂല. ഇതിനെ നീ മടുത്താന്ന് പറഞ്ഞു. ഇതിനെ ഞാൻ 2 ചായ കുടിച്ചു കഴിഞ്ഞു. എന്നാ പിന്നെ അങ്ങ് പോകേണ്ടത് ഇവിടെ നിന്നാ മതി. ഇവരോട് 2 ചായ കുടിക്കാറുണ്ട്, ഞങ്ങളൊരു ചായ കുടിച്ചോളാം. അപ്പം ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. വലിയ കാര്യമായിട്ടുള്ള കണ്ടന്റ് ഒന്നും ഇല്ലായിരുന്നു. എന്നാൽ പോലും ഈ വീഡിയോ ചെറിയൊരു വ്ളോഗാണ്. ഇത് ഉടനെ തന്നെ എഡിറ്റ് ചെയ്ത് കയറ്റണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും മഴ പെയ്യുന്നുണ്ട്. അപ്പം അത് നനയുന്നതിന് മുമ്പ് നമുക്ക് പോവാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ ഗൈസ്.